ഒരു അനുഭവം അതെങ്ങനെയാ നമ്മുടെ മനസ്സിൽ മായാതെ ഓർമ്മയായിട്ട് ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നത്? പുറമേന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമല്ലേ? പക്ഷെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്ന വലിയ സങ്കീർണമായ ചില കാര്യങ്ങളുണ്ട്. ഫുഹാദ് മാഷിൻ്റെ ക്ലാസ്സിലെ ആ പാദഭാഗങ്ങൾ ഓർമ്മയില്ലേ? ബ്ലോക്ക് 1 യൂണിറ്റ് 3 അതിൽ പറയുന്ന പോലെ ഈ ഓർമ്മയുടെ ദൃഢീകരണം, പിന്നെ ഹിപ്പോ ക്യാമ്പസ്, അതിൻ്റെയൊക്കെ പങ്ക് നമുക്കതൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഈ ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമായ ഒന്നല്ല. ഒരു ഓർമ്മ ഉണ്ടായി അതവിടെ അങ്ങ് സ്ഥിരമായിരുന്നു എന്നല്ല. അതിനു പിന്നിൽ ശരിക്കു പറഞ്ഞാല് തലച്ചോറിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ ഹിപ്പോ ക്യാമ്പസൊക്കെ അതിലെ മെയിൻ പുള്ളികളാ. സൈക്കോളജി പഠിക്കുന്ന നിങ്ങൾക്ക് ഈ ന്യൂറോ സൈക്കോളജിക്കൽ വശം അറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ HM എന്ന രോഗിയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? അദ്ദേഹത്തിന് കടുത്ത അപസ്മാരമായിരുന്നു. അതെ. അപ്പോ അതിന്റെ ചികിത്സയായിട്ട് തലച്ചോറിലെ മീഡിയൽ ടെമ്പറൽ ലോബ്, അതായത് പ്രധാനമായും ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല, ചുറ്റുമുള്ള കോർട്ടെക്സ് ഒക്കെ അതങ്ങോട്ട് നീക്കം ചെയ്തു. അതിന്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. ശരിയാണ്. ആ സർജറി കഴിഞ്ഞതോടെ പുതിയ കാര്യങ്ങൾ ഓർക്കാനുള്ള കഴിവ് അത് പൂർണ്ണമായിട്ടും പോയി. നമ്മളതിനെ ആന്റീരിയോഗ്രേഡ് അംനീഷ്യ എന്ന് പറയും. അതെ, ആന്റീരിയോഗ്രേഡ് അംനീഷ്യ. പുതിയ ഓർമ്മകൾ രൂപപ്പെടുന്നില്ല. പക്ഷേ അതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താ, അദ്ദേഹത്തിന് പഴയ ഓർമ്മകളൊന്നും നഷ്ടപ്പെട്ടില്ല. ബുദ്ധിശക്തിക്കോ അല്ലെങ്കിൽ കുറച്ചുനേരം മുൻപ് നടന്ന കാര്യം ഓർക്കുന്ന ഷോർട്ട് ടേം മെമ്മറിക്കോ അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ HMന്റെ കേസ് അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശരിക്കും. അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഈ മീഡിയൽ ടെമ്പറൽ ലോബ്, പ്രത്യേകിച്ച് ഹിപ്പോ ക്യാമ്പസും അതിന്റെ അടുത്തുള്ള ഭാഗങ്ങളും, അതിനെന്തോ ഒരു പ്രധാന പങ്കുണ്ട്. എന്തില്? ഈ ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറിയാക്കി മാറ്റുന്നതില്. ശരി. പക്ഷേ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട്. ഈ ഭാഗം ഓർമ്മകളുടെ ഒരു സ്റ്റോറേജ് സൈറ്റ് അല്ല. അതായത് അവിടെയല്ല ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്നത്. അല്ല. കാരണം HMന് പഴയ ഓർമ്മകൾ ഓർത്തെടുക്കാൻ പറ്റിയിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇതിന്റെ റോൾ എന്താ? അവിടെയാണ് ഈ കൺസോളിഡേഷൻ, അതായത് ദൃഢീകരണം എന്ന ആശയം വരുന്നത്. അപ്പൊ എന്താണ് ഈ കൺസോളിഡേഷൻ? നമ്മൾ ഇപ്പൊ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അത് ഒരു നനഞ്ഞ സിമെന്റിൽ എഴുതിയ പോലെയാണോ? ഏതാണ്ട് അങ്ങനെ പറയാം. തുടക്കത്തില് അത് അത്ര സ്ട്രോങ് അല്ല, എളുപ്പം മാഞ്ഞു പോകാം. അതെ അതെ. ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ആ സിമെന്റ് പതിയെ ഉറച്ച് കട്ടിയാവുന്നതുപോലെ ചിലപ്പോ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, ചിലപ്പോ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം അല്ലേ? ശരിയാണ്. ഓർമ്മകൾ തലച്ചോറിൽ ശരിക്കും സെറ്റാകാൻ, സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ട മാറ്റങ്ങളാണത്. ഇതുമായി ബന്ധപ്പെട്ട ന്യൂറോൺ കണക്ഷനുകളെ ശക്തിപ്പെടുത്താൻ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കും. ആ പ്രോസസ്സിനൊരു ഒരു തുടക്കമിടാനും സപ്പോർട്ട് ചെയ്യാനും. ഓക്കെ. അപ്പോൾ ഹിപ്പോ ക്യാമ്പസ് സഹായിക്കുന്നു. പക്ഷെ ഓർമ്മകൾ അവസാനം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഹിപ്പോ ക്യാമ്പസിൽ അല്ലെങ്കിൽ പിന്നെവിടെ? അതാണ് പോയിന്റ്. സ്ഥിരമായ സ്റ്റോറേജ് നടക്കുന്നത് കൂടുതലും നിയോകോർട്ടെക്സിലാണ്. തലച്ചോറിന്റെ പുറമെയുള്ള ആ വലിയ ഭാഗം. നിയോകോർട്ടെക്സില്. അതെ. ഹിപ്പോ ക്യാമ്പസ് ഒരു കോർഡിനേറ്ററെ പോലെയാണ്. ഓർമ്മകളെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തി നിയോകോർട്ടെക്സിൽ എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോ ഹിപ്പോ ക്യാമ്പസ് ഒരു താൽക്കാലിക സഹായിയാണോ? ഓർമ്മകളെ നിയോകോർട്ടെക്സ് എന്ന ലൈബ്രറിയിലേക്ക് ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹിപ്പോ ക്യാമ്പസിന്റെ റോളില്ലേ? ഒരു താരതമ്യം. അത് ഒരു പരിധിവരെ ശരിയാണ്. ഓർമ്മകൾക്ക് സ്വന്തമായിട്ട് നിയോകോർട്ടെക്സിൽ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ എത്തുന്നതുവരെ. അതുവരെ ഹിപ്പോ ക്യാമ്പസിന്റെ ഒരു സപ്പോർട്ട് വേണം. ഇതിനൊരു തെളിവാണ് റെട്രോഗ്രേഡ് അംനേഷ്യ. പഴയ കാര്യങ്ങൾ മറന്നുപോകുന്നത്. അതെ. പക്ഷേ അതിലുമൊരു പ്രത്യേകതയുണ്ട്. തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം പറ്റിയാൽ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ, അതായത് ഈയിടെ ഉണ്ടായ ഓർമ്മകളാണ് പലപ്പോഴും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. ശരിയാണല്ലോ. കാരണം എന്താ? ആ ഓർമ്മകളുടെ കൺസോളിഡേഷൻ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാവാം. അവയ്ക്കപ്പോഴും ഹിപ്പോ ക്യാമ്പസിന്റെ സപ്പോർട്ട് വേണം. എന്നാൽ ഒരുപാട് പഴയ, നന്നായി ഉറച്ച ഓർമ്മകൾ, അവയ്ക്ക് ഈ പ്രശ്നം അത്ര വരില്ല. ഇത് മനുഷ്യരിൽ മാത്രമല്ലല്ലോ, മൃഗങ്ങളിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. പ്രത്യേകിച്ച് കുരങ്ങുകളിൽ. അവയുടെ മീഡിയൽ ടെമ്പറൽ ലോബ് ഭാഗങ്ങൾ നീക്കം ചെയ്തുള്ള പഠനങ്ങൾ. അവയും ഇതുപോലത്തെ റിസൾട്ടാണ് കാണിച്ചത്. അപ്പോ അതും ഈ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്നു. അതെ. ഓർമ്മകളെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും നിയോകോർട്ടെക്സിലേക്ക് അയച്ച് അവിടെ സ്റ്റോർ ചെയ്യാൻ പാകത്തിൽ ദൃഢീകരിക്കാനും ഈ ഭാഗങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ആ പഠനങ്ങളും പറയുന്നത്.
അതായത് ചുരുക്കി പറഞ്ഞാൽ പുതിയ ഡിക്ലറേറ്റീവ് ഓർമ്മകൾ. ഡിക്ലറേറ്റീവ് ഓർമ്മകൾ എന്ന് വെച്ചാൽ അതായത് നമുക്ക് ബോധപൂർവം ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഫാക്ട്സ്, ഇവന്റ്സ്, ഇന്നലെ ക്ലാസ്സിൽ പഠിച്ച കാര്യം, അല്ലെങ്കിൽ ഇന്നലെ എന്ത് കഴിച്ചു എന്നൊക്കെ ഓർക്കുന്നത്. ഓക്കെ. അത്തരം ഓർമ്മകളുടെ രൂപീകരണത്തിനും പിന്നെ അവയുടെ ദൃഢീകരണത്തിനും ഹിപ്പോകാമ്പസ് വേണം. അത്യാവശ്യമാണ്. പക്ഷേ അവയുടെ സ്ഥിരമായ സംഭരണം അത് നടക്കുന്നത് പ്രധാനമായും നിയോകോർട്ടെക്സിലാണ്. ഈ HM കേസും മൃഗങ്ങളിലെ പഠനങ്ങളും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള fMRI പോലുള്ള ബ്രെയിൻ ഇമേജിംഗ് സ്റ്റഡീസും എല്ലാം ഈ ഒരു ആശയത്തെയാണ് ശരിവെക്കുന്നത്. അപ്പോ നമ്മളിന്ന് പ്രധാനമായും കണ്ടത് ഓർമ്മകൾ വെറുതെ ഉണ്ടാവുകയല്ല, അത് രൂപപ്പെടുന്നു, പിന്നെ ഹിപ്പോകാമ്പസിന്റെ സഹായത്തോടെ അത് പതിയെ പതിയെ ഉറക്കുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു, അവസാനം നിയോകോർട്ടെക്സിലെത്തുന്നു. HMന്റെ ആ അനുഭവം ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ശരിക്കും കാണിച്ചു തന്നു. അപ്പോ ഫുഹാദ് മാഷിന്റെ ക്ലാസ്സിലെ സൈക്കോളജി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഈ അറിവ് എങ്ങനെ പ്രയോജനപ്പെടും? ഇത് ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഒന്ന്, കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഓർമ്മ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ ഇത് വേണം. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഈ എംനീഷ്യ, ബ്രെയിൻ ഇഞ്ചുറിയൊക്കെയുള്ള കേസുകൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും ഈ അറിവ് അത്യാവശ്യമാണ്. ശരിയാണ്. എന്തിനധികം നിങ്ങളുടെ സ്വന്തം പഠനം, കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള നിങ്ങളുടെ സ്ട്രാറ്റജികൾ അത് മെച്ചപ്പെടുത്താൻ പോലും, അതായത് എങ്ങനെ പഠിച്ചാൽ ഓർമ്മ കൂടുതൽ കാലം നിൽക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഈ കൺസോൾട്ടേഷൻ പ്രോസസ്സ് ഓർക്കുന്നത് നല്ലതാണ്. ശരിയാണ്. അപ്പോൾ ഒരു അവസാന ചിന്ത, ഈ ഓർമ്മകളുടെ ദൃഢീകരണത്തിന് ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതെ. ഈ ഒരു നീണ്ട യാത്രയിൽ ഈ ഓർമ്മകൾക്ക് എന്ത് സംഭവിക്കാം? അതായത് ഫുള്ളായിട്ട് ഉറച്ച പഴയ ഓർമ്മകളും ഈ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഓർമ്മകളും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമോ? ഈ ഒരു യാത്രക്കിടയിൽ ഓർമ്മകൾക്ക് മാറ്റം വരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ഓർമ്മകളുമായിട്ട് മിക്സാകാൻ വല്ല സാധ്യതയുണ്ടോ? ഇതൊരു നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്. എന്തായാലും ഈ ചർച്ചയിലൊപ്പം ചേർന്നതിന് വളരെ നന്ദി.